2023 ശേഷം കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്ത് ഒരു റിട്ടേൺ ഫയൽ ചെയ്തവരെല്ലാം ഇനി രണ്ടാമത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. സെപ്റ്റംബർ 2026 സെപ്റ്റംബർ 30 മുമ്പായിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. 2025 ഡിസംബർ 31 അക്കൗണ്ടിങ് ക്ലോസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നവർക്ക് ഈ സെപ്റ്റംബർ 30 കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് ഒന്നാമത്തെ റിട്ടേൺ 2024 റിട്ടേൺ ഫയൽ ചെയ്ത പല സ്ഥാപനങ്ങളിലും പല ബിസിനസ്സുകളിലും അക്കൗണ്ടിങ് ബിലോ ആവറേജ് ആയിരുന്നു. അക്കൗണ്ടിങ് ഫയൽ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും വളരെ കൃത്യമായ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്മാൾ സ്കെയിൽ ബിസിനസ്സുകൾക്ക് സ്മാൾ ബിസിനസ് റിലീഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം മുമ്പ് പറഞ്ഞിരുന്നു. നമുക്ക് 2026 വരെ ഉള്ളൂ. അതിനുശേഷം നിങ്ങളുടെ സ്ഥാപനം എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ ടേൺ ഓവർ 3 മില്യൺ ബിലോ ആണെങ്കിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പല സ്ഥാപനങ്ങളും അത് ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, കാര്യമായിട്ട് എടുത്തിട്ടില്ല. പല ആളുകളുടെയും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ വ്യക്തതയില്ലാതെ സെയിൽസ് ഇൻവോയ്സ് മാത്രം അടിച്ചുകൊണ്ട് അക്കൗണ്ടിങ് ഇൻവോയ്സുകളും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം അക്കൗണ്ട് ചെയ്യാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ പല ആളുകളോടും പറഞ്ഞിരുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന്റെ ബാലൻസ് ഷീറ്റ്, ഇവ വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യുകയും അടുത്ത തവണ ഫയൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ഫയൽ ചെയ്ത ബാലൻസ് ഷീറ്റിന്റെ ബാലൻസ് ആയിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിലും അത് നിങ്ങൾക്ക് 2026 വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലും നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണുകളിലും ഒരുപാട് പൊരുത്തക്കേടുകൾ വരാൻ ചാൻസ് ഉണ്ട്. FTA അതെല്ലാം കണ്ടെത്തി നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഭീകരമായിട്ടുള്ള ഒരു ഫൈനോ പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്മാൾ സ്കെയിൽ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ സ്മാൾ ബിസിനസ് റിലീഫ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യാതെ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യരുത്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ വാറ്റ് റിട്ടേണിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ബിൽസ് അതുപോലെ തന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വളരെ വ്യക്തമായിട്ട് ഈ ഇൻവോയ്സിംഗ് വരുന്നതോടുകൂടി അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ പർച്ചേസിലും മാറ്റം വന്നിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും വാറ്റ് റിട്ടേണിലും കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിലും സെയിൽസും പർച്ചേസും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ മാനുവലി അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വളരെ കൃത്യമായ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇല്ലാത്തതിന്റെയോ കാരണം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻവോയ്സിന് വരാൻ വേണ്ടി പോവുകയാണ്. വാറ്റ് ഓൾറെഡി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നിങ്ങൾ FTA ഏത് സമയത്ത് ഏത് റിപ്പോർട്ട് ചോദിച്ചാലും വളരെ വ്യക്തമായിട്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടിങ് സംവിധാനം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരം സർവീസുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ സർവീസുകൾ തരുന്നതാണ്.